നമ്മൾ എപ്പോഴാണോ നമ്മൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്, ആ ടൈം മുതൽ, ആ നിമിഷം മുതൽ നമ്മളെ ലൈഫിൻ്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സംടൈംസ് വി ഓൾ തിങ്ക് ദാറ്റ് വി ഓൾറെഡി നോ ഇനഫ്. നമ്മളെ ഈഗോ നമ്മൾക്ക് ഒന്നും അറിയില്ല എന്ന് സമ്മതിക്കൂല. അവർ ഈഗോ വാണ്ട്സ് ടു മേക്ക് us ഫീൽ ദാറ്റ് വി ആർ ഇമ്പോർട്ടൻറ്റ്, ഇൻ്റലിജൻറ്റ്, സുപ്പീരിയർ ആൻഡ് ഇൻ കൺട്രോൾ. ഇതുകൊണ്ടാണ് നമ്മൾക്ക് ആരെങ്കിലും അഡ്വൈസ് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈഗോ പറയുന്നത് ഐ ഓൾറെഡി നോ. ശരിക്കും ഇത് എന്തുകൊണ്ടാന്ന് നോക്കിയാൽ, നമ്മൾക്ക് ഒരു കാര്യം അറിയില്ല എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. സൈക്കോളജിക്കലി നമ്മുടെ ഈഗോ എംബാരസ്മെന്റ്, ക്രിറ്റിസിസം, ഫെയിലിയർ ഇതൊക്കെ വരുന്ന സിറ്റുവേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. സ്റ്റോയിക് ഫിലോസഫറായ എപ്പിക്റ്റീറ്റസിന്റെ ഒരു കോട്ട് ഉണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലേൺ ദാറ്റ് വിച്ച് വൺ തിങ്സ് വൺ ഓൾറെഡി നോസ്. അതായത് യു കാൺട്ട് ലേൺ ഇഫ് യു തിങ്ക് യു ഓൾറെഡി നോ. ഈഗോ ഇസ് ദി എനിമി എന്ന ബുക്കിൽ റയാൻ ഹോളിഡേ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നുണ്ട്, ബിക്കം എ സ്റ്റുഡൻറ്. ബിക്കം എ സ്റ്റുഡൻറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏജ്, സക്സസ്, എക്സ്പീരിയൻസ് എന്തായാലും എപ്പോഴും ലേൺ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ക്യൂരിയസ് ആയിട്ട് ഇരിക്കാനുമുള്ള മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യലാണ്. ഇറ്റ് മീൻസ് നമ്മൾക്ക് എല്ലാം അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യലും, ബാക്കി ആൾക്കാർക്ക് പറയാനുള്ളത് ലിസൺ ചെയ്യലും, ബാക്കി ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കലും ആൻഡ് നമ്മളെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കലും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾക്കൊരു കാര്യത്തിൽ സ്മാർട്ട് ആവണമെങ്കിൽ ഫസ്റ്റ് വി ഷുഡ് വില്ലിംഗ് ടു ലുക്ക് ഫൂളിഷ്.